Okay, now the recording is started. Now, good morning everyone. So today we are going to study about this revision class of the engineering graphics. As you know that there is a lot of എന്താ പറയുക നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ബട്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു so today we are going to start this graphics revision. Okay, right. So first one, what is engineering graphics? നമുക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം എഞ്ചിനീയറിംഗിന്റെ ഷീറ്റുകളെ കുറിച്ചാണ്. ഓക്കെ, സോ നമ്മൾ പഠിച്ചാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് നമ്മൾ ഉപയോഗിക്കുന്ന സൈസ് ഏതാണെന്ന് അറിയാലോ. ഓക്കെ, സോ ഇറ്റ് ഈസ് അറൌണ്ട് A1 സൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ ലേ ഔട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡ്രാഫ്റ്റിംഗ് ടൂൾസ് ആണ്. നിങ്ങൾ മറക്കാതിരിക്കേണ്ട കാര്യങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് ടൂൾസ്. ഓക്കെ, സോ ഡ്രാഫ്റ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ടി സ്ക്വയറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് മിനി ഡ്രാഫ്റ്റർ. ദെൻ നമുക്ക് ഡ്രോയിങ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇറേസിംഗ് ഷീൽഡ് വേണം, അതുപോലെ തന്നെ പെൻസിൽസ് വേണം, അതുപോലെ തന്നെ രണ്ട് 45 ആൻഡ് 60 ട്രയാങ്കിൾ ആയിട്ടുള്ള രണ്ട് സെറ്റ് സ്ക്വയർസിന്റെ ആവശ്യമുണ്ട്. ദെൻ ഒരു ഫ്രഞ്ച് കർവ് വേണം, അതുപോലെ തന്നെ സ്കെയിൽ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് ടേപ്പ്, അതുപോലെ തന്നെ കോമ്പസ്, അതുപോലെ തന്നെ ഇറേസർ ആൻഡ് ഡിവൈഡേഴ്സ്, അതുകൂടാതെ ഒരു പ്രൊട്രാക്ടർ ഇഫ് നെസസറി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മിനി ഡ്രാഫ്റ്റിലാണ് അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് അവർ നമ്മുടെ ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ഡ്രോയിങ് ബോർഡിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മിനി ഡ്രാഫ്റ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എനിക്കറിയാം. ഓക്കെ, എനിവേ ഒന്നുകൂടെ പറയാം. ആക്ച്വലി നമ്മളെ ഡ്രോയിങ് ഷീറ്റ് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിനി ഡ്രാഫ്റ്റ് ക്ലാമ്പ് ചെയ്യുന്ന ഇതിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സീ ഹിയർ നമ്മളിവിടെ നമ്മുടെ ഒരു നമ്മളൊരു ഫിക്സിംഗ് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മിനി ഡ്രാഫ്റ്റ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു മാർജിൻ വരയ്ക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഡ്രോയിങ് ഷീറ്റിൽ ഒരു മാർജിൻ വരയ്ക്കുകയാണ്. സോ മാർജിൻ എടുക്കേണ്ട എന്ന് പറയുന്നത് നമുക്ക് 20 mm നമ്മുടെ ലെഫ്റ്റ് സൈഡ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ എടുക്കുന്നത് 10 mm ഗ്യാപ്പ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പർ ആൻഡ് ലോവർ എന്ന് പറയുന്നത് 10 mm ഗ്യാപ്പ് ആണ്. അതിനുശേഷം ഒരു ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ വരയ്ക്കണം. ഓക്കെ, ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കാം. ഈ ടൈറ്റിൽ ബ്ലോക്കിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാലോ 150 mm ടോട്ടൽ ലെങ്ത് എടുക്കാം. അതുപോലെ തന്നെ അതിന്റെ വീതി എന്ന് പറയുന്നത് 50 mm നമ്മൾ എടുക്കണം. ഓക്കെ, so this distance should be in a 50 and then this length should be in a 150. അത് കഴിഞ്ഞതിന് ശേഷം ടോട്ടലി നമ്മൾ ചെയ്യുന്നത് എന്താണ്, യെസ്, അതായത് നമ്മളെ പേര്, റോൾ നമ്പർ, ക്ലാസ്, കോളേജ്, അതുപോലെ തന്നെ പ്ലേറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് എത്രയിൽ എത്ര നമ്പർ എന്നുള്ളതാണ് പ്ലേറ്റ് നമ്പർ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 10 അഞ്ചാമത്തെ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്ന വെച്ചാൽ അഞ്ചാമത്തെ ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നതാണ് പ്ലേറ്റ് നമ്പർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് പ്ലേറ്റ് നമ്പർ 1 കൊടുത്താലും പ്രശ്നമില്ല. ഇനി അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ്, അതുപോലെ തന്നെ കോളേജ്. ഇപ്പൊ നമ്മൾ ഒരു ടൈറ്റിൽ ബ്ലോക്കിൽ എഴുതുന്ന സമയത്ത് കോളേജ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, കോളേജിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ അത് എഴുതുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടൈറ്റിൽ നമ്മൾ എഴുതാൻ പോകുന്ന ടൈറ്റിൽ എക്സാം ആണെങ്കിൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ അതിന്റെ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm അത് കൊടുക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇത്രയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മളെ ടൈപ്സ് ഓഫ് ലൈൻസ് ഏകദേശം പറയാൻ നിങ്ങൾക്കറിയാം. കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ ലൈൻസ് ഉണ്ട്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടുമാണ്. ബട്ട് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് വിസിബിൾ ഔട്ട്ലൈൻസ് ആണ്, അതുപോലെ തന്നെ വിസിബിൾ എഡ്ജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കണ്ടിന്യൂസ് തിൻ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഇമാജിനറി ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലൈൻസ്, ലീഡർ ലൈൻസ്, ഹാച്ചിങ് ലൈൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട് ലൈൻസിനും അതുപോലെ തന്നെ ഷോർട്ട് സെന്റർ ലൈൻസിനൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സി ടൈപ്പ് ലൈൻസ് എന്ന് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സപ്പോസ് ഇപ്പോൾ നമുക്കൊരു പാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഇന്ററാക്റ്റഡ് ആയിട്ടുള്ള വ്യൂസ് അല്ലെങ്കിൽ സെക്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, കണ്ടിന്യൂസ് ഫ്രീ ഹാൻഡ് യൂസ് ചെയ്യാറില്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്സാക് ലൈൻ ആണ്. അത് സപ്പോസ് ഇപ്പോൾ നമുക്കൊരു വലിയ ലോങ് ആയിട്ടുള്ള ഒരു പീസ് ആണ്, അതിന് ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് സ്ഥലത്ത് പോയിന്റിൽ മാത്രമേ നമ്മൾ സിഗ്സാക് ലൈൻ വരയ്ക്കാറുള്ളൂ. പിന്നെ ഡാഷ് ഡിക്സ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഹിഡൻ ഔട്ട്ലൈൻസിനെ ഉപയോഗിക്കുന്നത്, ഹിഡൻ ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ എഡ്ജസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതായത് ഡാഷ് ടിക്കറ്റ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത വരുന്നതാണ് ഡാഷ് തിൻ ലൈൻസ്. സോ ഡാഷ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിഡൻ ഔട്ട്ലൈൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിഡൻ എഡ്ജസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഹിഡൻ ആയിട്ടുള്ള കേസസിന് വേണ്ടിയാണ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, തിക്ക് ആയിട്ടത് നമുക്ക് വിസിബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് തിക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നതാണ് ചെയിൻ തിൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സെൻട്രൽ ലൈൻസും അതുപോലെ തന്നെ ട്രാജക്ടറീസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻ തിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയിൻ തിൻ നമ്മളിപ്പോൾ സപ്പോസ് എഡ്ജസ് ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു എൽ ഷേപ്പ് പോലത്തെ ഈ ഷേപ്പ് കാണിക്കുകയാണെങ്കിൽ കട്ടിംഗ് ബ്ലേഡ്സിലാണ് നമ്മളത് കാണിക്കുന്നത് ആക്ച്വലി. ഓക്കെ, അതുപോലെ തന്നെ ചെയിൻ തിക്ക് ആണ് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ J1 അല്ലെങ്കിൽ വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദ സർഫസ് ടു വിച്ച് ദി സ്പെഷ്യൽ റിക്വയർമെന്റ്. അവിടെ സ്പെഷ്യൽ റിക്വയർമെന്റിന്റെ ആവശ്യമൊക്കെ വരുന്ന സമയത്ത് അത് തിക്ക് ഉപയോഗിക്കുള്ളൂ. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല.
പിന്നെ ചെയിൻ ഡബിൾ ഡാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റന്റ് പാർട്ടോ അല്ലെങ്കിൽ സെൻട്രോയിഡ് ലൈൻസ് ഒക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇപ്പൊ ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അടുത്ത വരുന്നത് ഓക്കെ ഇതിനെ കുറച്ച് ഇതാണ് നമ്മളെ ഡിഫറെന്റ് പ്ലെയിൻസ്, നമ്മൾ ഏതൊക്കെ ഡിഫറെന്റ് പ്ലെയിൻസ് ഉണ്ട് നമുക്കറിയാം. ബി പി പ്ലെയിൻ ഉണ്ട്, എച്ച് പി പ്ലെയിൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫൈൽ പ്ലെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലെയിൻസിനെ നമുക്ക് നോക്കുന്ന വിധം നമുക്കറിയാലോ. സോ ഇതിനെ നമ്മളൊരു ഇതിനെ നമുക്കിപ്പോൾ 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സോ ബേസിക്കലി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി പി പ്ലെയിനും എച്ച് പി പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനും മനസ്സിലാക്കുക. അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്ന വിധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എച്ച് പി ഇസ് റൊട്ടേറ്റഡ്. ഓക്കെ, എച്ച് പി റൊട്ടേറ്റഡ് ഡൗൺവേർഡ് 90 ഡിഗ്രി. അതുപോലെ തന്നെ പ്രൊഫൈൽ പ്ലെയിൻ റൊട്ടേറ്റഡ് ടു ബി 90 ഡിഗ്രി ടുവാർഡ്സ് ദി റൈറ്റ് സൈഡ്. ഓക്കെ, റൈറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയായിരിക്കും നമ്മുടെ വ്യൂസ് വരച്ചു കഴിഞ്ഞാലുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് ബി പിയിലാണ്, അതുപോലെ തന്നെ ടോപ്പ് വ്യൂ വരുന്നത് എച്ച് പിയിലാണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് പ്രൊഫൈൽ പ്ലെയിനിലാണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. യെസ്, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ക്വാഡ്രന്റ്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് പറയുകയാണ്. ക്വാഡ്രന്റ്സ് ഏതൊക്കെയുണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് തന്നെ ക്വാഡ്രന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ ഒരു ഒബ്സർവർ നിൽക്കുന്ന പൊസിഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ റെഡ് ഇൻഡിക്കേഷൻ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ സപ്പോസ് നമ്മൾ നിന്ന് നോക്കുന്നതാണ്, ഒബ്സർവർ വേറെ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒബ്സർവിംഗ് ലൈൻ. ഈ എക്സ് വൈ ലൈൻ ആണ് നമ്മൾ വരച്ചിരിക്കുന്ന. സാധാരണ ഗതിയിൽ നമ്മൾ വരയ്ക്കുന്ന എക്സ് വൈ ലൈൻ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. സോ യു ക്യാൻ സീ ഹിയർ ഈ ഒരു റെഡ് കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ യെല്ലോ ഡോട്ട് നിന്ന് കാണും. ഈ യെല്ലോ ഡോട്ട് കാണുന്ന ആ പൊസിഷൻ ആണ് ഈ റെഡ് കളറിൽ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓരോ പോയിന്റ് കാണാം. എക്സ് വൈ ഒന്നിച്ച് കാണുന്നത് ബി പി, എച്ച് പി, ഒബ്സർവറിന്റെ ഡയറക്ഷൻ, അതുപോലെ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഓരോ ക്വാഡ്രന്റിലും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തിരിക്കുകയാണ്. അതിൽ ബി പി, എച്ച് പി, അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ പറഞ്ഞമാതിരി നമുക്ക് ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. സോ ഈ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഒബ്സർവറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ബി പിയിലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എച്ച് പിയിലായിരിക്കും. ഓക്കെ, സോ ബി പി നമ്മൾ ബി പിയിൽ വരുന്ന എന്തൊരു കാര്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഡാഷ് ഉപയോഗിച്ചിട്ടാണ്. എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, അതായത് ഫ്രണ്ട് വ്യൂ വരുന്നത് എല്ലാം നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ വരുന്നത് ബി പിയിലായിരിക്കും. സോ അപ്പൊ ബി പിയിൽ മുകളിൽ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എ ഡാഷ് അല്ലെങ്കിൽ ഡാഷ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് എച്ച് പിയിൽ വരുന്നതാണ് നമ്മുടെ ഒബ്സർവറിന്റെ വ്യൂ. ആ ഒബ്സർവറിന്റെ വ്യൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ആക്ച്വലി, അതായത് ഇവിടുന്ന് ബി പി നമ്മൾ താഴോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഓൺലി ബി പിനെ മാത്രമേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ അത് താഴോട്ടേക്ക് ബെൻഡ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ മുകളിൽ ഫ്രണ്ട് വ്യൂ കിട്ടും, താഴത്ത് നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിൽ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഈ ബി പി എച്ച് പി നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒബ്സർവറിന്റെ സെയിം പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പോയിന്റ് എ മാർക്ക് ചെയ്യുന്നത്, അതിപ്പോ മൂവ് ചെയ്യുന്നത് ആക്ച്വലി ഈ പറഞ്ഞമാതിരി, അതായത് എ എന്നുള്ളതിന്റെ ഫ്രണ്ട് നമുക്ക് കിട്ടുന്നത് ബി പിയിലായിരിക്കും. ഓക്കെ, അത് എ ഡാഷ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ ടോപ്പിൽ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? എച്ച് പിയിലായിരിക്കും. പക്ഷെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? എച്ച് പി മുകളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, എച്ച് പി മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം, അല്ലാതെ അത് താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യരുത്, മുകളിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യണം. സോ ആ സമയത്ത് എയും എ ഡാഷ് രണ്ട് പൊസിഷനും വരുന്നത് ബി പിയിലായിരിക്കും. ഓക്കെ, സോ അപ്പം സെക്കൻഡ് ക്വാർട്ടറിലെ രണ്ട് ഫിഗേഴ്സും വരുന്നത് എവിടെയായിരിക്കും? ബി പിയിലായിരിക്കും, അതായത് മുകളിലായിരിക്കും വരുന്നത്. അതായത് എക്സ് വൈ ലൈൻ, നിങ്ങൾ ഈ ഒരു പോയിന്റ് ആണ് എക്സ് വൈ ലൈൻ വരയ്ക്കുന്നത്. എക്സ് വൈ ലൈനിന്റെ മുകളിലേക്കായിരിക്കും രണ്ട് ഡ്രോയിങ്ങും വരുന്നത്. ഏത്? സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ. ഓക്കെ, ഇനി തേർഡ് ക്വാർട്ടറിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ തേർഡ് ക്വാർട്ടറിൽ ബി പിയും ആൻഡ് എച്ച് പിയും ഓക്കെ ഒബ്സർവർ സെയിം പൊസിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ തേർഡ് ക്വാർട്ടറിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ബി പിയിലായിരിക്കും. അതുപോലെ തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബി പിയിൽ ആയതുകൊണ്ട് എ ഡാഷ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എവിടെയായിരിക്കും? എച്ച് പിയിലായിരിക്കും. പിന്നെ എച്ച് പിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എച്ച് പി മുകളിലും ബി പി താഴത്തുമായിരിക്കും വരിക. ഓക്കെ, എച്ച് പി മുകളിൽ, അതുപോലെ തന്നെ ബി പി താഴോട്ടേക്കും വരിക. ഇനി അടുത്തത് ഫോർത്ത് ക്വാർട്ടറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സെയിം തന്നെ ഫോർത്ത് ക്വാർട്ടറിൽ അതുപോലെ തന്നെ എച്ച് പി നമ്മൾ ബി പി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒബ്സർവർ സെയിം പൊസിഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഫോർത്ത് ക്വാർട്ടറിൽ വരുന്നതിൽ ഈ പോയിന്റ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് എന്നുള്ള ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എവിടെയാണ്? ബി പിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വരുന്നത് എവിടെയാണ്? ആക്ച്വലി നമ്മൾ ബി പിയിലാണ്, എച്ച് പിയിലാണ്. സോ എച്ച് പിയിലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന താഴോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്? ആക്ച്വലി
യെസ് എക്സാക്ട്ലി രണ്ടും കിട്ടുന്നത് നമുക്ക് ഈ ഒരു VP-ന്റെ അതായത് നമുക്ക് താഴ്ഭാഗത്തായിരിക്കും XY ലൈനിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദിസ് ക്വാഡ്രന്റൽ പൊസിഷൻ. അപ്പൊ നിങ്ങൾക്കറിയാം മൊത്തത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. റൊട്ടേറ്റ് ചെയ്യുന്നത് 2 പോയിന്റുകൾ ചിന്തിക്കാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് HP ആയിരിക്കും, HP മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇനി റൊട്ടേറ്റ് ചെയ്യുന്ന പൊസിഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന എവിടേക്കാണ്? താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ HP ഇവിടെയാണ് VP. അപ്പൊ ഓരോ പൊസിഷൻ നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, 4 പൊസിഷൻസ്. സോ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? ആക്ച്വലി ഈ പറഞ്ഞ താഴോട്ടേക്ക് റൊട്ടേറ്റ്, അതായത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ വരും. സോ സെക്കൻഡ് പൊസിഷൻ നമ്മൾ എങ്ങോട്ടേക്കാണ് വരുന്നത്? ഇത് HP-നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് വരുന്നത്. സോ രണ്ടും മുകളിൽ വരും. തേർഡിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ HP എന്തായാലും മുകളിലേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യുക. സോ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയം മുകളിലേക്ക് HP വരും. സോ ഫസ്റ്റ് പൊസിഷനിൽ VP മുകളിലും HP താഴത്തും, സെക്കൻഡ് പൊസിഷനിൽ VP HP മുകളില്, തേർഡ് പൊസിഷനിൽ VP താഴത്ത് HP മുകളിൽ, അതായത് ഈ ഫസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് ക്വാർട്ടറിൽ എന്താ വരുന്നത്? VP HP താഴത്തായിരിക്കും. ഈ കാര്യം നിങ്ങൾക്ക് പണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഒന്നുകൂടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സോ ഇപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഈ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാണ്. സോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ വരുന്നത് നമ്മൾ എവിടേക്കാണ് വരുന്നത്? നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് VP-യിലാണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എവിടെയാണ്? താഴത്താണ്, അതായത് HP-യിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ സൈഡ് വ്യൂ വരുന്നത് ലെസർ പ്ലെയിൻ, PP പ്ലെയിനിലാണ് വരുന്നത്. സോ PP പ്ലെയിനിലേക്ക് നമ്മൾ അതിന്റെ സൈഡ് വ്യൂ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് വൺ ആക്ച്വലി. ഓക്കെ, നൗ അടുത്ത നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ് വിചാരിക്കുക. ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 ടൈപ്സ് ഓഫ് ലൈൻസ്, ഒരു 5 ടൈപ്പ് ഓഫ് വേയിൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വരയ്ക്കുന്നത് ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് പാരലൽ ടു VP എന്നുള്ള ഒരു പൊസിഷൻ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു VP, പെർപെൻഡിക്കുലർ ടു HP ആൻഡ് പാരലൽ ടു VP. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്നതിന് ആദ്യം നമുക്ക് ഈ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനും അതുപോലെ തന്നെ ഓർത്തോഗ്രാഫിക് റെപ്രസെന്റേഷൻ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് മുഴുവൻ. പക്ഷേ ഓർത്തോഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതായത് നിങ്ങളൊരു ഡ്രോയിങ് ഷീറ്റ് വെച്ചിട്ട് നടുക്ക് X and Y എന്ന് പറഞ്ഞാൽ വരയ്ക്കുമല്ലോ, അതിന് മുകളിലും താഴെ വരയ്ക്കുമല്ലോ, അതാണ് ഓർത്തോഗ്രാഫിക് പൊസിഷനിലെ ഡ്രോയിങ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് ആക്ച്വലി പിന്നെ വരുന്നതാണ് ഐസോമെട്രിക് വ്യൂ. ഓക്കെ, സോ 3 വ്യൂസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഒന്ന് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആക്ച്വലി നമ്മൾ ഒരു മനസ്സിൽ കാണുന്ന രൂപം. ഓക്കെ, അതിൽ നമ്മൾ യഥാർത്ഥമായിട്ട് പുറത്ത് കാണുന്ന രൂപം. ഓക്കെ, സോ ദാറ്റ്സ് എ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരയ്ക്കുന്നതാണ് നമ്മുടെ ഓർത്തോഗ്രാഫിക് വ്യൂ. ഓക്കെ, റൈറ്റ്. സോ യാ, ഇപ്പൊ നമ്മളൊരു ലൈൻ വരയ്ക്കണം. ആ ലൈൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു HP ആണ്, അതുപോലെ തന്നെ പാരലൽ ടു VP ആണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ VP ആണ്, VP-ക്ക് പാരലൽ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് പറയുന്നത് AB എന്ന് പറഞ്ഞ ലൈൻ നിൽക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് HP-ക്ക് നിൽക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങോട്ടേക്കാണ് വരുന്നത്? VP-യിലാണ് വരുന്നത്. സോ VP-യിൽ ഇതുപോലെ ലൈൻ വരയ്ക്കാം. അത് ഫ്രണ്ട് വ്യൂ കിട്ടി. അതുപോലെ അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എവിടേക്കും? മുകളിൽ താഴോട്ടേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. സോ അത് B വരുന്ന പോയിന്റ് അത് HP-യിലേക്ക് പോയിന്റ് ആയിട്ട് ഒരു പോയിന്റ്, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ട് അവിടെ ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഇസ് എ ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഇനി സെക്കൻഡ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ലൈൻ വിച്ച് ഇസ് പാരലൽ ടു HP ആൻഡ് പാരലൽ ടു VP. രണ്ട് കേസും പാരലൽ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബോത്ത് ആർ ലൈൻ പാരലൽ ടു VP ആൻഡ് പാരലൽ ടു HP ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കാണാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന VP-യിൽ വരച്ചു. അതുപോലെ തന്നെ അതിന്റെ A' B', അതുപോലെ തന്നെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ആ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് നിങ്ങൾക്ക് നേരെ അറിയാം HP-യിൽ എത്തുന്നു. സോ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ കിട്ടി കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ അതിന്റെ ഓർത്തോഗ്രാഫിക് പാറ്റേൺ നമ്മൾ നോക്കുന്നത്. ഓർത്തോഗ്രാഫിക് എങ്ങനെയാണ് പാറ്റേൺ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പൊസിഷനിലെയും ഓർത്തോഗ്രാഫിക് എങ്ങനെ നിങ്ങൾ വരയ്ക്കുക? നിങ്ങളെ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നത് ഇതുപോലെയാണ് നിങ്ങൾ ഡ്രോയിങ്ങിൽ വരയ്ക്കേണ്ടത് ആക്ച്വലി. സോ XY ലൈൻ വരയ്ക്കുക. ഈ സ്ക്വയർ ഒന്നും വരയ്ക്കരുത് കേട്ടോ. ഈ സ്ക്വയർ തന്നെ ഈ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ്. സോ സ്ക്വയർ ഒന്നും വരയ്ക്കരുത്, ജസ്റ്റ് XY ലൈൻ വരയ്ക്കാം. അതിന്റെ മുകളിൽ A' B', കാരണം ഇത് VP-യിൽ വരുന്നതാണ്. സോ ഫ്രണ്ടിൽ A' B' വരയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് കാണുന്നില്ലേ ഈ പ്രൊജക്ഷൻ ലൈൻ വളരെ തിന്നായിട്ടുള്ള ലൈൻ, ഇത് തിക്കാണ്, വളരെ തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം AB എന്നുള്ള പോയിന്റ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ ആക്ച്വലി, റൈറ്റ്. സോ ദിസ് ഇസ് അബൌട്ട് ദി ഓർത്തോഗ്രാഫിക് പാറ്റേൺ ഓഫ് ദിസ് ഫസ്റ്റ് പൊസിഷൻ. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മളെ രണ്ടും പാരലൽ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം AB എന്ന് പറയുന്നത്, അതായത് ഇവിടുന്ന് മുകളിൽ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം AB എന്ന് പറയുന്നത്. സോ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ കാരണം വെച്ചാൽ HP-യിലായതുകൊണ്ടാണ്. ഓക്കെ, അതായത് അതിന്റെ ടോപ്പ് വ്യൂ ആണ് ശരിക്കും AB-യിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി A' B' എന്ന VP-യിൽ എന്ത് വന്നാലും അത് ഡാഷിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ A' and B' നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു, അത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം ഈ ലൈൻ കാണുന്നില്ലേ നിങ്ങൾ, വളരെ തിന്നായിട്ടുള്ള ലൈൻസ് ആണ്. സോ ഒരിക്കലും തിക്നെസ് ആയിട്ടുള്ള ലൈനും അതുപോലെ തിന്നായ ലൈനും മാറിപ്പോകരുത്.
2H പെൻസിലും അതുപോലെ തന്നെ HB പെൻസിലും വേറെ തന്നെ നിങ്ങൾ കരുതിക്കോളുക. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് രണ്ട് കേസസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണ് ആക്ച്വലി. വാട്ട് അബൌട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു. So students, yes sir means ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണോ അതോ ഈ പറഞ്ഞ എന്താ ഫാസ്റ്റ് ആണെന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ. സോ ഇനി റൈറ്റ്, ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് എടുക്കുന്നത്. മൂന്നാമത്തെ കേസിൽ ഒരു ലൈൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP. സോ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും ഒരു ലൈൻ ഇൻക്ലൈൻ ടു HP. പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൈൻഡ് ആണെന്ന് കാണാൻ പറ്റുന്നു. സോ വിച്ച് ഇസ് ഇൻക്ലൈൻ ടു HP. സോ അത് കാണുന്നത് എങ്ങനെ വെച്ചാൽ അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഇൻക്ലൈനേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. സോ ആ ആംഗിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫീച്ചർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. Now നിങ്ങൾക്ക് ഇവിടുന്ന് അതിന്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. സോ ഫ്രണ്ട് വ്യൂ ഈസിന്റെ എവിടേക്ക് വരുന്നത്? VP-യിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എവിടെ വരുന്നത്? യെസ്, അതിന്റെ ബോർഡറിലായിരിക്കും വരിക. സോ ഫ്രണ്ട് വ്യൂ നിങ്ങൾ കാണാം ഒരു ലൈൻ അല്ലേ A' B' ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ആംഗിൾ വരുന്നത് ഇവിടെ ആയിരിക്കും. സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, when a line is which is inclined to HP, ഒരു HP ആയിട്ട് നിങ്ങൾ ഒരു ലൈൻ ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് VP-യിൽ എത്തുന്ന സമയത്ത് ആ ആംഗിൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഒരു HP ആയിട്ട് ഒരു ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾ നിങ്ങൾക്ക് കാണുന്നത് ഏതിലായിരിക്കും? VP-യിലായിരിക്കും ആക്ച്വലി കാണാം. ഈ VP-യിൽ ഒരു ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണുന്നത് എവിടെയായിരിക്കും? HP-യിലായിരിക്കും കാണാം. ഓക്കെ, അപ്പൊ ആംഗിൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഡ്രോയിങ് നിങ്ങൾ കാണുമ്പോൾ ആ ആംഗിൾ ഇപ്പൊ HP-യിലാണെങ്കിൽ അത് VP-യിൽ വരുന്ന പൊസിഷനിലാണ്. അതുപോലെ തന്നെ ആംഗിൾ നിങ്ങൾ കാണുന്നത് ഒരു ഡ്രോയിങ്ങിൽ കാണുന്നത് ഒരു VP-യിലാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം ആ ലൈൻ എന്താ പറയുക ടേൺ ചെയ്ത് നിൽക്കുന്നത് HP ആയിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ ചെയ്തിരിക്കുന്നത് HP ആയിട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഒരു ആംഗിൾ ആയിരുന്നു. ഇനി അതിന്റെ ടോപ്പ് നിങ്ങൾ വരയ്ക്കാൻ എവിടെ വരയ്ക്കുന്നത്? കറക്റ്റ് എക്സാക്ട്ലി ഇത് തന്നെ അതിൽ തന്നെ HP-യിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ആ ആംഗിൾ ലെങ്ത് എടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ ലെങ്ത് ആക്ച്വൽ ലെങ്ത് AB-ന്റെ ലെങ്ത് കൂടുതലാണ്, പക്ഷേ ഈ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് കുറവായിരിക്കും. ഓക്കെ, ആക്ച്വൽ ലെങ്ത് AB-യിലായിരിക്കും. അപ്പൊ ട്രൂ ലെങ്ത് ഏതായിരിക്കും വരുന്നത്? A', B' എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ട്രൂ ലെങ്ത്. അതായത് AB എന്ന് പറയുന്നതിന്റെ ട്രൂ ലെങ്ത് കാണുന്നത് നിങ്ങൾക്ക് A', B' ആയിരിക്കും ആക്ച്വലി. ഓക്കെ, പക്ഷെ ഇത് ട്രൂ ലെങ്ത് അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് മുകളിൽ കാണുമ്പോൾ ചെരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് കുറവായിട്ടാണ് കാണുന്നത് ടോപ്പ് വ്യൂ. സോ ദ ട്രൂ ലെങ്ത് വിൽ ബി ഇൻ ദി A' and B'. ഓക്കെ ഓക്കെ, now അടുത്തത് AB കൂടെ കാണാം. സോ ഇനി ഇത് നിങ്ങൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ വരയ്ക്കുന്ന ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലേക്ക് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതാണ് ആക്ച്വലി ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എയും ബിയും നിങ്ങൾക്ക് കാണാം. അതായത് ഇതിന്റെ ടോപ്പിൽ വരച്ചത് കാണാം. അതുപോലെ തന്നെ A', B' നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ആ പ്രൊജക്ഷൻ ചെയ്ത ലൈൻസ് കണ്ടില്ലേ, വളരെ തിന്നായിട്ട് ഒന്നും കാണുന്ന പോലും ഇല്ല, അത്രയും തിന്നായിട്ടാണ് അവർ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ഡ്രോയിങ്ങിൽ നിങ്ങൾ വരച്ചിരിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബോക്സ് ഒന്നും നിങ്ങൾ വരയ്ക്കരുത്, ഈ കാണുന്ന ബോക്സ് ഒന്നും നിങ്ങൾ വരയ്ക്കരുത്. ജസ്റ്റ് XY ലൈൻ വരയ്ക്കുക. അതിന്റെ മുകളിൽ ഈ പറഞ്ഞ മാതിരി പോയിന്റുകൾ എവിടെയോ വരുന്ന വെച്ചാൽ ഈ ഹൈറ്റും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തരും ആക്ച്വലി. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും നിങ്ങൾക്ക് തരും. ഓക്കെ, ഇനി അടുത്ത പൊസിഷൻ നമുക്ക് നോക്കാം. ഫോർത്ത് പൊസിഷൻ, എ ലൈൻ വിച്ച് ഇസ് ഇൻക്ലൈൻഡ് ടു VP ആൻഡ് പാരലൽ ടു HP. ഓക്കെ, 5 പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3ാമത്തെ പൊസിഷൻ കഴിഞ്ഞാൽ 4ാമത്തെ പൊസിഷൻ ഒരു ലൈൻ ഇൻക്ലൈൻഡ് VP ആണ്. ഇൻക്ലൈൻഡ് ടു VP എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇൻക്ലിനേഷൻ വരുന്നത് എവിടെയാണ്? HP-യിലായിരിക്കും കാണിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനെയാണ് അതിന്റെ പൊസിഷൻ ഉണ്ടാവുക ആക്ച്വലി. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ആംഗിൾ കൊടുക്കുന്നത് ഇവിടെ ഏതാക്കണ്ടല്ല, ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 5 എന്ന് പറഞ്ഞിട്ട് ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അതിന്റെ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ആ ഡ്രോയിങ്ങിലെ ഇൻക്ലിനേഷൻ കാണിക്കുന്ന ഏതിലേക്കാണ് വരുന്നത്? HP-യിലാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻ ടോപ്പ് വ്യൂ AB. അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്നില്ലേ VP-യിൽ എത്തുന്നുണ്ടല്ലേ. സോ VP-യിൽ കാണുന്നത് ഈ സമയത്ത് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഈ ഒരു ലൈനിന്റെ VP-യിൽ കാണുന്നത് ഒരിക്കലും ട്രൂ ലെങ്ത് അല്ല. ട്രൂ ലെങ്ത് വരുന്നത് എവിടെയാണ്? HP-യിൽ നിൽക്കുന്ന ആ ഒരു ലൈൻ, അതായത് AB നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ലൈനാണ് നിങ്ങൾക്ക് ട്രൂ ലെങ്ത് വരുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ A', B' നമ്മൾ റെപ്രസെന്റ് ചെയ്തു, ഫ്രണ്ട് വ്യൂ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അതിന്റെ ടോപ്പ് വ്യൂ റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിൽ നിങ്ങൾക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് കാണാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് നിങ്ങൾ കാണുന്നില്ലേ, A', B' ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. അതുപോലെ തന്നെ AB എന്ന് പറയുന്ന ലെങ്ത് നിങ്ങൾക്ക് ടോപ്പ് നിന്ന് കാണാൻ സാധിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് 5ാമത്തെ കേസാണ്. ഇനി 5ാമത്തെ കേസിൽ 2
ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ബി പിയിലും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എച്ച് പിയിലും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ പൊസിഷൻ നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഇങ്ങനെ ഇരിക്കും അതിന്റെ ലൈൻ ആക്ച്വലി വരുന്നത്. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന സമയത്തോ ആംഗിൾ ആയിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അതുപോലെ തന്നെ അത് ആൽഫ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ബീറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഐ ബി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റൊട്ടേഷൻ ആയിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് റൊട്ടേഷൻ, ഒരു ആംഗിൾ റൊട്ടേഷൻ വരയ്ക്കുന്നുണ്ടല്ലോ, ആ റൊട്ടേഷന്റെ ഡ്രോയിങ് ആണ് ആക്ച്വലി ഈ കാണുന്നത്. നിങ്ങൾക്ക് രണ്ട് റൊട്ടേഷൻ ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് താഴോട്ട് വരച്ചു, ഈ ലെങ്ത് വരെ എത്തി, പിന്നെ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ലൈൻ റൊട്ടേഷൻ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈൻ റൊട്ടേഷൻ പ്രോബ്ലം ആക്ച്വലി സിറ്റുവേഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ്. ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് ബി പി എന്നുള്ള ആ ഒരു ഇൻക്ലിനേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. സി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആൽഫ കാണാൻ പറ്റും, ബീറ്റ കാണാൻ പറ്റും. പക്ഷെ റിയാലിറ്റി ആയിട്ടുള്ള ആ പൊസിഷൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് നമ്മളൊരു ബി പി ആൻഡ് എച്ച് പി ഫ്രെയിം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ഒരു കോണിക്കൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ആംഗിൾ മുകളിൽ ബി പിയിലും അതുപോലെ തന്നെ എച്ച് പിയിലും വരാനുള്ള കാരണം. ഓക്കെ, സോ നമ്മൾ വരയ്ക്കുമ്പോൾ ആ റൊട്ടേഷൻ വരാൻ കാണുന്നതാ. സോ നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോൾ, നിങ്ങൾ മുകളിൽ വരച്ച് അവിടുന്ന് നേരെ താഴോട്ടേക്ക് കൊണ്ടുവന്നു, ഈ ഒരു ബീറ്റിന് ഈ ഒരു പോയിന്റ് വരെ എത്തി, അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് പിന്നെ വീണ്ടും മുകളിൽ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊസിഷനാണ് ആക്ച്വലി വരുന്നത്. റൈറ്റ്, ഇനി അതിന്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ഓർത്തോഗ്രാഫിക് ലൈൻ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഇരിക്കും അതിൻ്റെത്. ഓക്കെ, പക്ഷെ ഇവിടെ തിന്നായിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് അല്ല, ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് തിന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ലൈൻസ് ഒക്കെ വളരെ തിന്നായിരിക്കണം. തിക്നെസ് എന്ന് പറയുന്നത് നമ്മളോട് പറയുന്ന ലൈൻസ് മാത്രമേ തിക്നെസ് കൊടുക്കാൻ പാടുള്ളൂ. ഇ പിയിൽ കൊടുക്കുന്നത് എപ്പോഴും എ ഡാഷ് റെപ്രസെന്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, റൈറ്റ്. ഇത്രയും ബേസിക് കാര്യങ്ങളാണ്. ഇനിയാണ് റിയാലിറ്റിയിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. സി ഇനി 3 കേസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 1, 2, 3 കേസസ്. ഒരു മിനിറ്റ്. സോ നമ്മൾ അടുത്ത കേസസ് എടുക്കാൻ പോകുന്ന ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതിൽ ഈ പറഞ്ഞമാതിരി ഫ്രണ്ട് വ്യൂ ടോപ്പിൽ വരയ്ക്കുന്നതാണ്. അതിൽ ഈ പറഞ്ഞമാതിരി നമ്മൾ എന്താ വെച്ചാൽ ആംഗിൾ വരച്ചിട്ടുള്ള ആ ഒരു ഓർത്തോഗ്രാഫിക് പൊസിഷൻ, അതിന്റെ പൊസിഷൻ ഇപ്പോൾ വരച്ചത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ട ആ ഒരു ഇൻക്ലിനേഷൻ വിത്ത് എന്താ പറയാ ബി പി ആൻഡ് എച്ച് പി എന്ന് പറയുന്ന പൊസിഷനാണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇനി അതിന്റെ അടുത്ത ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോ എന്താ പറയുക ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിലൊരിക്കലും നമുക്ക് ട്രൂ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കി കണ്ടില്ലേ, രണ്ട് പൊസിഷൻസും രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്. സോ ഇന്നത്തെ ഒരു കേസിൽ നമുക്ക് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തതിൽ വരുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ എ ഡാഷ് എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതുമായിട്ടുള്ള ലെങ്ത്തും അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു, എ ഡാഷ് ബി ഡാഷ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു, എഫ് ബി. നമുക്ക് കാണാൻ പറ്റും വളരെ ലൈറ്റ് ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ ലൈൻസ് കൊടുത്തിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ്. ഓക്കെ, ഇതിനെ ടോപ്പ് വ്യൂ വരച്ചു, അതുപോലെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. സെയിം എക്സാക്ട്ലി ഇതിലുള്ള ഫിഗർ തന്നെയാണ് ഇപ്പൊ ഇതിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് നമുക്ക് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഇവിടെ വരച്ചു, ഈ ഒരു ലെങ്ത് എടുത്തു. അതായത് ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ എടുത്തത്. എന്നിട്ട് ഈ ബി എന്ന് പറയുന്ന റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലെങ്ത് കിട്ടും. ഓക്കെ, അതായത് എ ബി എന്ന് പറയുന്നതിന് റൊട്ടേറ്റ് ചെയ്യുകയാണ് നമ്മളോട് ചെയ്യുന്നത്. ഈ എ ബി എന്നുള്ളതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊസിഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനെ നമ്മൾ ബി ടു എന്ന പേര് കൊടുത്തു. ഓക്കെ, ഇനി അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളോട്ട് വരയ്ക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് മുകളോട്ട് വരച്ചു. ഇനി വരച്ച പൊസിഷനിൽ ബി വൺ ഡാഷ് കൊടുത്തു. ഇനി എ ഡാഷിനും ബി വൺ ഡാഷിനും നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, എ ഡാഷിനും ബി വൺ ഡാഷിനും നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, അതിന്റെ ആംഗിൾ തീറ്റ വെച്ചു. ദാറ്റ് ഈസ് ദ ട്രൂ ലെങ്ത് ആക്ച്വലി. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ, അതായത് അടുത്ത കേസ് നമ്മൾ പറയണം. അതായത് സപ്പോസ് നമുക്ക് ട്രൂ ലെങ്ത് അറിയാന്ന് വിചാരിച്ചോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറയും ഫൈൻഡ് ദ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സപ്പോസ് പറയാണ് നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടില്ല, എന്നിട്ട് നമ്മളോട് പറയാ എന്താ പറയാ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഒക്കെ വരയ്ക്കണം. അതായത് ട്രൂ ലെങ്ത് തന്നിട്ട് തരാത്ത കേസാണ് ഈ ഇപ്പൊ കഴിഞ്ഞത്. പക്ഷെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് വിചാരിക്കുക. സപ്പോസ് നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, എ ലൈൻ വിച്ച് ഇസ് ദ ട്രൂ ലെങ്ത് ഓഫ് എ ബി ഈസ് 70 mm എന്ന് പറഞ്ഞ് തന്നിട്ട് ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞ് വരയ്ക്കാൻ വേണ്ടി നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത പൊസിഷനിൽ വരയ്ക്കണം. ഓക്കെ, സോ അതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എ ഡാഷും എയും അതേ നടത്തണം. സോ സപ്പോസ് നമ്മൾ പറയും അതായത് ഹൈറ്റ് എത്രയാണ്, അതുപോലെ ഇൻ ഫ്രണ്ട് ഓഫ് എത്രയാണെന്ന് പറയും. അതായത്
സപ്പോസ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഇൻഫ്രണ്ട് ഓഫ് 20 mm ഇൻഫ്രണ്ട് ഓഫ് XY ലൈൻ, അതുപോലെ തന്നെ ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പൊസിഷൻ കിട്ടി, എയും എ ഡാഷ് എന്ന പൊസിഷനും കിട്ടി കഴിഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് B1 ഡാഷ്, അതായത് ഇതാണ് നമ്മളുടെ ഈ ട്രൂ ലെങ്ത് തന്നിരിക്കുന്നത്. എ ഡാഷും B1 ഡാഷും ആണ് നമ്മുടെ ട്രൂ ലെങ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ വെച്ചിട്ട് നിങ്ങൾ ട്രൂ ലെങ്ത്, അപ്പോൾ ഒരു ആംഗിൾ തരും, അതുപോലെ തന്നെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസുകൾ ഉണ്ടാവും. അങ്ങനെ തന്നിട്ട് നമ്മളോട് പറയാണ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡാഷും അതും എയും എ ഡാഷും വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ആംഗിൾ മേക്ക് ചെയ്തിട്ട് ഈ ട്രൂ ലെങ്ത് ഇപ്പൊ 70 mm 100 mm ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടാവും. ആ ട്രൂ ലെങ്ത് ആദ്യം വരയ്ക്കാം. എ ഡാഷ് B1 എന്ന് പറഞ്ഞിട്ടുള്ള B1 ഡാഷ് ആണ് ട്രൂ ലെങ്ത് വരച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഇതേ ട്രൂ ലെങ്ത് തന്നെ ഈ എയിൽ നിന്ന് താഴോട്ടേക്ക് വേറൊരു ആംഗിൾ, സപ്പോസ് ബീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ 5 എന്ന വേറൊരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രൂ ലെങ്ത് ആദ്യം വരയ്ക്കാം. B1 വരയ്ക്കാം, ട്രൂ ലെങ്ത് വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വരയ്ക്കുക. ഇതിന്റെ മുകളിലേക്ക്, അതായത് B1 നിന്ന് മുകളിലേക്ക് വരയ്ക്കുക. മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 എന്നുള്ള പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ 1 സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ വരെ പോവുക, ഈ എ ഡാഷിന് പാരലൽ ആയിട്ട് ഈ പോയിന്റ് വരെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ ഓക്കെ ഈ എന്താ പറയുക, ഈ ഒരു പോയിന്റ് എ ഡാഷിന് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, സോ എ ഡാഷിന് ഈ ഒരു പോയിന്റ് കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ ഈ B1 ഡാഷ് എന്ന് പറയുന്നതിന് അവിടെ ഒരു ലോക്കസ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടാവും, ഒരു ലോക്കസ് ലൈൻ. ഈ ലോക്കസ് ലൈൻ വരെ പോവുക. ഓക്കെ, ഈ ലോക്കസ് ലൈനിന്റെ പോയിന്റിൽ നമ്മൾ B ഡാഷ് എന്ന് പറയുന്ന മാർക്ക് ചെയ്യുക. അവിടേക്ക് ഈ എ ഡാഷ് എന്ന് പറയുന്ന ലൈനിലേക്ക് കൊണ്ടുവരും, ഒരു ലൈൻ വരച്ചു വയ്ക്കുക. ഓക്കെ, B1 ഡാഷ് വരച്ചിട്ട് അവിടുന്ന് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ. ഇനി അതിൽ നിന്ന് നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കണം. സോ ഡീപ്പിൽ വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ HP വരയ്ക്കുന്നതായിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യനില് ലൈൻ റൊട്ടേഷൻ പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ലൈൻ റൊട്ടേഷൻ പ്രോബ്ലം എന്നുള്ളൊരെണ്ണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ മുമ്പായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. സപ്പോസ് 2 കേസസ് ആണ് വരുന്നത്. ഒന്ന്, നമുക്ക് 2 ആംഗിളും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ട കേസ് ഇതാണ്, ഫസ്റ്റ് കേസാണ്. ഈ സെക്കൻഡ് കേസിൽ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആംഗിൾസും തന്നിട്ടുണ്ട്. എന്ന് നമ്മളോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ ലെങ്ത് വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ റൊട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഒരു ട്രൂ ലെങ്ത് വരയ്ക്കൂ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഈ സെക്കൻഡ് കേസ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഈ തേർഡ് കേസ് എന്ന് പറയുന്നത് സപ്പോസ് നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് രണ്ടാമത്തെ കേസിൽ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ കേസിൽ ട്രൂ ലെങ്ത് നമുക്കറിയാം, പക്ഷേ നമുക്ക് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആംഗിളും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആംഗിളും അതുപോലെ തന്നെ നമുക്ക് ട്രൂ ലെങ്തും തന്നിട്ടുണ്ട്, പക്ഷെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ടോപ്പ് വ്യൂ നമുക്കറിയില്ല. അത് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ പ്രൊസീജിയർ. സോ ഈ ഒരു പേജ് എന്ന് പറയുന്നത്, ഈ ഒരു PPT ഈ ഒരു പേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേജാണ്. ഓക്കെ, സോ ഇതില് മൂന്നാമത്തെ കേസ് ട്രൂ ലെങ്ത് വരയ്ക്കും. ഇത് ഉറപ്പാണ്, 100% ഉറപ്പാണ് ഇന്നത്തെ പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സോ ട്രൂ ലെങ്ത് വരയ്ക്കാൻ വേണ്ടി ട്രൂ ലെങ്ത് തന്നിട്ട് നിങ്ങളോട് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ റൊട്ടേഷൻ പ്രോബ്ലം തരികയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഈ ഒരു മെത്തേഡാണ് ആക്ച്വലി. ഓക്കെ, രാവിലെ തന്നെ നേരത്തെ ക്ലാസ് ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിവേ ഓക്കെ റൈറ്റ്. സോ നമുക്ക് 1 മണിക്കൂറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയി പോകുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചൊരു ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം നിങ്ങളൊന്ന് പറയണം, സാർ ഡൗട്ട് ഉണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം, വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ റൈറ്റ്. സോ നമുക്ക് ആദ്യം തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷർമെന്റ്, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഫ്രണ്ടിലേക്ക്, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് മച്ച്, അതുപോലെ തന്നെ ടോപ്പിലെ ഹൈറ്റ് നമുക്ക് തരും. ഈ 2 ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്കറിയാലോ. അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ എങ്ങനെയാണ് വരുന്നത്, ഒന്ന് ഇൻ ഫ്രണ്ട് ഓഫ്, അതുപോലെ തന്നെ എബവ്. മറ്റേ ബാക്കിലാണെങ്കിലോ ബിഹൈൻഡ്, എബവ്. ഇനി ഇപ്പത്തെ തേർഡ് ആണെങ്കിലോ ബിലോ, അതുപോലെ തന്നെ ബിഹൈൻഡ്. ഇനി ഫോർത്ത് ആണെങ്കിലോ ഇൻ ഫ്രണ്ട്, അതുപോലെ തന്നെ ബിലോ. ഇതാണ് 4 ക്വാർട്ടറിലും വരുന്നത്. ഇപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ എബവ് തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ്. A line A is which is 20 mm in front of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പോയിന്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ
30 mm above HP എന്ന് പറഞ്ഞാൽ എ ഡാഷ് മാർക്ക് ചെയ്യുക. ക്ലിയർ? ഓക്കെ, എബവ് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പം എയും കിട്ടി, എ ഡാഷും കിട്ടി. ഇനി അടുത്ത നമ്മളോട് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടാവും. 70 mm ലൈൻ എന്ന് പറഞ്ഞ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടാവും. ആ 70 mm ലെങ്ത് നിങ്ങൾ എടുക്കാൻ കണ്ടിട്ട് നിങ്ങൾ അത് തന്നിട്ടുണ്ടാവും ആംഗിൾ 40 ഡിഗ്രി ആംഗിൾഡ് വിത്ത് HP എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ 40 ഡിഗ്രി ആംഗിൾ ബി പിയിൽ വരയ്ക്കുക. 40 ഡിഗ്രി ആംഗിൾ വിത്ത് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി പിയിൽ വരയ്ക്കുക. ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് HP വരയ്ക്കുക. ഓക്കെ, സോ ആംഗിൾ വിത്ത് തീറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ആ തീറ്റയിൽ വെച്ച് നിങ്ങൾ അത് വരച്ചു. എ ഡാഷ് ഇൻറ്റു B1, എ ഡാഷ് B1 എന്ന് പറഞ്ഞ ലെങ്ത് വരച്ചു, ട്രൂ ലെങ്ത് വരച്ചു. ഇനി ആ ആംഗിൾ മാർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബി പി എടുക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈ നമുക്ക് തന്നിട്ടുണ്ടാവും. ബി പി ആയിട്ട് ഒരു 38 ഡിഗ്രി ആംഗിൾ വിത്ത് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വരയ്ക്കാം. എന്നിട്ട് ട്രൂ ലെങ്ത് ആ തന്ന അതേ ട്രൂ ലെങ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ B1 വരയ്ക്കാം. ക്ലിയർ? ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി അടുത്ത് നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ B1ന്റെ പൊസിഷൻ നേരെ മുകളിലേക്ക് വരയ്ക്കുക. എവിടം വരെ? ഇവിടം വരക്കണം. അതായത് നമ്മൾ ഈ ഒരു എ ഡാഷ് വരെ, അതായത് ബി പി വരക്കണം. ഓക്കെ, അതായത് HP യിൽ നിന്നുള്ള B1ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നേരെ ഇവിടെ എത്തണം, ഇവിടെ എത്തണം. ഓക്കെ, സോ 1 പൊസിഷനിലെത്തി. അവിടുന്ന് വീണ്ടും സ്ട്രൈറ്റ് പോയി. എന്നിട്ട് എ ഡാഷിന്റെ ഈ ഒരു ലൈനിന്റെ ഈ ഒരു പൊസിഷൻ വരത്തിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഇവിടെ രണ്ട് ലോക്കസ് ലൈൻ വരയ്ക്കണം. നിങ്ങൾ B1 ഡാഷിന് ഇവിടെ ഒരു ലോക്കസ് ലൈൻ വരയ്ക്കണം. അതുപോലെ തന്നെ B1ൽ ഇവിടെ ഒരു ലോക്കസ് ലൈൻ നിങ്ങൾ വരയ്ക്കണം. സോ ഈ B1 ഡാഷിലേക്ക് ലോക്കസ് ലൈനിൽ ഇവിടെ പോയിന്റ് വരെ നിങ്ങൾക്ക് എത്തി. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് നമ്മൾ B ഡാഷ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ B ഡാഷിൽ നിന്ന് എ ഡാഷിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഇറ്റ്സ് എ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ അവിടുന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ B1ന്റെ ഈ പൊസിഷനിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ട്രൂ ലെങ്ത്, ഇപ്പൊ താഴത്തെ ട്രൂ ലെങ്ത്തിൽ നിന്ന് മുകളിലോട്ട് പോയി മുകളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ വെച്ചു. ഇനി മുകളിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് അതേമാതിരി താഴോട്ടേക്ക് വരികയാണ്. ഈ താഴത്തെ ഈ എ ഡാഷിന് അവിടം വരെ എത്തി. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തു, ഈ ലോക്കസ് ലൈനിലെത്തി. അവിടുന്ന് നമ്മൾ എയിലേക്ക് വരയ്ക്കുക. ഓക്കെ, സോ അതാണ് നമ്മൾ ടോപ്പ് വെച്ചു. സോ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് നമ്മൾ വെച്ചു. സോ ദിസ് ഈസ് ഓൺലി ദ റൊട്ടേഷൻ പ്രോബ്ലം. ഓക്കെ, ലൈൻ റൊട്ടേഷൻ പ്രോബ്ലം. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആംഗിൾ വെച്ച് ട്രൂ ലെങ്ത് വരച്ചു. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് സ്ട്രൈറ്റ് മുകളിലോട്ട് പോയിട്ട് നമ്മൾ എ ഡാഷിലേക്ക് പോയിന്റിലെത്തി. അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു എ ഡാഷ് ബി ഡാഷ് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റേ മുകളിലുള്ള ഈ ഒരു നമ്മുടെ ട്രൂ ലെങ്ത്തിൽ നിന്ന് നേരെ താഴോട്ട് വന്നിട്ട് എയിലുള്ള ഈ ഒരു ലെങ്ത്തിലേക്ക് വരെ വന്നു. അവിടുന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് കിട്ടിയിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, നിങ്ങൾ രണ്ട് പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇനി അതിനെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ ആംഗിൾ എന്താ വെച്ചാൽ വേണമെങ്കിൽ ആംഗിൾ എടുക്കാം. ആൽഫ ആൻഡ് ബീറ്റ പറഞ്ഞ രണ്ട് ആംഗിൾസ് വേണമെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂന്റെ അതുപോലെ തന്നെ ടോപ്പ് വ്യൂന്റെ ആംഗിൾസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഈസ് അബൌട്ട് ദി ലൈൻ റൊട്ടേഷൻ പ്രോബ്ലം. ഓക്കെ, ഒരു ലൈൻ റൊട്ടേഷൻ പ്രോബ്ലത്തിന്റെ എന്തൊക്കെ പാർട്സുകളോ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ട്രൂ ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ വിത്ത് HP എന്ന് പറയുന്നത് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ ആംഗിൾ വിത്ത് ട്രൂ ലെങ്ത് വിത്ത് BP എന്ന് പറയുന്നത്. ഓക്കെ, ബി പിയിലുള്ള ആംഗിൾ ട്രൂ ലെങ്ത് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്നത് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആംഗിൾ ചെയ്യുന്നത് ആൽഫ. അതുപോലെ തന്നെ ബീറ്റ എന്ന് പറയുന്നത് XY ലൈൻ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിൾ വിത്ത് ടോപ്പ് വ്യൂ മീറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ്. ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത് മതി. അതായത് ടോപ്പ് വ്യൂ വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും, നമ്മുടെ HP യിലായിരിക്കും. ഫ്രണ്ട് വ്യൂ വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും, BP യിലായിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി സപ്പോസ് നമുക്ക് തരികയാണ് എൻഡ് പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ തരികയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇപ്പൊ ട്രൂ ലെങ്ത് തരാതെ നമ്മളോട് പറയുകയാണ് സപ്പോസ് എൻഡ് പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ ഈ എ ഡാഷും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ബി ഡാഷും തമ്മിലുള്ള, അതായത് ഫ്രണ്ട് വ്യൂവിൽ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനായിരിക്കും ശരിക്കും പറഞ്ഞാൽ എൻഡ് പ്രൊജക്ടേഴ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുക ഈ ഒരു ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസും തമ്മിലുള്ള ഈ ഒരു കോർണർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. നൗ ഒരു പ്രോബ്ലം ഏകദേശം അതുപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, so problem idana a line AB which is 75 mm long, which is a 30 degree and 40 degree inclined to HP and BP respectively, and A is 12 mm above HP and 10 mm in front of it. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ A എന്ന് പറയുന്നത് 12 mm above HP ക്ക് മുകളിലാണ്. അതുപോലെ തന്നെ in front of അതായത് മുന്നോട്ടേക്കാണ് വരുന്നത്, 10 mm മുന്നോട്ടേക്കാണ് വരുന്നത്. അതിന്റെ ലൈൻ AB 75 mm long, അപ്പൊ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 75 mm ആണ് തന്നിട്ടുണ്ട്.
അത് രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട്, 30 ഡിഗ്രിയും 40 ഡിഗ്രിയും ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഈ സാധനം ഏതാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ആദ്യം XY ലൈൻ വരച്ചു, അത് കഴിഞ്ഞ ശേഷം നമ്മൾ വെറുതെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. എ ഡാഷും എയും ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് രണ്ട് ലൈൻസ് അവിടെ ജസ്റ്റ് ലൈൻസ് വരച്ചിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആംഗിൾ വരയ്ക്കുകയാണ്. ട്രൂ ലെങ്ത് എടുത്തിട്ട് ആംഗിൾ വരയ്ക്കുകയാണ്. സോ ഈ ആംഗിൾ തീറ്റ നമ്മൾ അതേപറ്റി. ഓക്കെ, A1 B A dash B1 dash എന്ന് പറയുന്നത് ഏതാ ലെങ്ത് 75 mm. ഓക്കെ, റൈറ്റ്. ഇനി അതുപോലെ തന്നെ 30 ഡിഗ്രി വിത്ത് 30 ആൻഡ് 45 ഡിഗ്രി വിത്ത് HP ആൻഡ് BP. സോ അതാണ് തീറ്റ ആൻഡ് മറ്റേന്ന് പറയുന്നത് രണ്ടെണ്ണം. ഓക്കെ, വീണ്ടും ട്രൂ ലെങ്ത് നമ്മൾ വരച്ചു. ഓക്കെ, B1 മാർക്ക് ചെയ്തു. ഓക്കെ, നൗ അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വെച്ചാൽ രണ്ട് ലോക്കസ് ലൈൻ വരയ്ക്കാണ്. താഴത്തും മുകളിലും രണ്ട് ലോക്കസ് ലൈൻ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ B1 നിന്ന് നേരെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് എവിടെ എത്തുന്നു? A ഡാഷിൽ വരെ എത്തി. ഓക്കെ, B1 നിന്ന് നേരെ വരച്ചിട്ട് A ഡാഷ് വരെ എത്തി. ഇനി അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലോക്കസ് ലൈനിന്റെ പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ലോക്കസ് ലൈൻ പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞു. അതാണ് നമ്മൾ B ഡാഷ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിലേക്ക് ഒരു ലൈൻ വരച്ചു. സോ ഇതാണ് നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് സ്ട്രൈറ്റ് താഴോട്ട് വരയ്ക്കാം. ഒന്നിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് വന്നിട്ട് ഇതുവരെ എത്തി അവിടുന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ B ഡാഷിൽ നിന്ന് നേരെ താഴോട്ടേക്ക് വന്നിട്ട് B മാർക്ക് ചെയ്യുകയും ചെയ്യാം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, റൈറ്റ്. രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നേരത്തെ കാണിച്ച മാതിരി B1 നിന്ന് നേരെ സ്ട്രൈറ്റ് താഴോട്ട് വന്ന് ഈ വണ്ണിൽ ഈ ഒരു ലൈൻ വരെ എത്തി അവിടുന്ന് റൊട്ടേറ്റ് ചെയ്തത് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട്, അതായത് ഇവിടുന്ന് ബിയിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് താഴോട്ട് വരച്ചിട്ട് B മാർക്ക് ചെയ്യാം. അവിടുന്ന് വേണമെങ്കിൽ എയിലേക്കും മാർക്ക് ചെയ്യാം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇതിനെക്കാട്ടി സുഖം കുറച്ചുകൂടെ മറ്റേത് വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതൽ മാർക്ക് ഇടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, എനിവേ, സോ അങ്ങനെ AB കിട്ടിക്കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ് സ്റ്റോപ്പ് യു. ഓക്കെ, റൈറ്റ്. സോ അത് വേണമെങ്കിൽ ഒരു അതേമാതിരി ഒരു പ്രോബ്ലം വേറെ വേണമെങ്കിൽ ഒന്നുകൂടെ ഉണ്ട്. ഇതിന്റെ ഒരു പ്രോബ്ലം സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ലൈൻ AB XY. ഓക്കെ, നമ്മൾ ആദ്യം വരച്ചു. രണ്ട് പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യാണ്. A ഡാഷും അതുപോലെ തന്നെ A എന്നുള്ള പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അറിയാലല്ലേ, എന്റെ A is 10 mm above HP. above HP പറഞ്ഞാൽ മുകളിലേക്കുള്ളത്. മുകളിലേക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ മുകളിലേക്കുള്ളത് above HP. above HP എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നത് above എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി 10 mm. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് ആണ് 15 mm. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് AP എന്ന് പറയുന്നത് 15 mm. ഇതാണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അറിയാം. ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ആദ്യം രണ്ട് ലൈൻസ്, പാരലൽ ലൈൻസ് നമ്മൾ വെറുതെ വരച്ചു. അതിനുശേഷം നമുക്ക് തന്ന ആംഗിൾസ് മേക്ക് ചെയ്യണം. സോ 45 ഡിഗ്രി ആംഗിൾ വിത്ത് VP. സോ ദാറ്റ്സ് 45 ഡിഗ്രി ആംഗിൾ നമ്മൾ ചെയ്തു. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ ലെങ്ത് AB ലെങ്ത് ലൈൻ എന്ന് പറയുന്നത് ഈ 75 mm ആണ്. സോ 75 mm നമ്മൾ B1 വരച്ചു. അത് ട്രൂ ലെങ്ത് വരച്ചു. വേണമെങ്കിൽ മുകളിൽ ഇതുപോലെ തന്നെ നമുക്ക് ട്രൂ ലെങ്ത് വരയ്ക്കാം. ഓക്കെ, 55 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ ആ ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ ക്വസ്റ്റ്യനില് while its front view makes 55 degree. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിനാണ്. ഓക്കെ, ഈ ഫ്രണ്ട് വ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട് കേട്ടോ. സോ ഈ ഫ്രണ്ട് വ്യൂ ചെയ്തിരിക്കുന്നത് 55 ഡിഗ്രി ആംഗിൾ വിത്ത് A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 55 ഡിഗ്രി ആംഗിൾ വിത്ത് നമ്മൾ വരച്ചു. ഓക്കെ, ഈ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂ നമുക്കറിയാലോ, ഈ A ഡാഷിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പാരലൽ ലൈൻസിൽ നിന്ന് 55 ഡിഗ്രി ആംഗിൾ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് B1ലേക്ക് നമ്മൾ ലോക്കസ് ലൈൻ വരച്ചു. സോ അത് കഴിഞ്ഞ സ്ട്രെയിറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഇവിടം വരെ എത്തുന്നു. ഓക്കെ, സോ ഈ എൻഡിലേക്ക് എത്തി. ഇവിടുന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എത്തുന്ന പോയിന്റ് എപ്പോഴും ഇവിടേക്ക് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഫ്രണ്ട് വ്യൂയിലേക്ക് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട് വ്യൂവിൽ ഒരിക്കലും നമുക്ക് ഡിസ്റ്റൻസ് അറിയില്ല. ഓക്കെ, ഫ്രണ്ട് വ്യൂ 55 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നെങ്കിലും നമുക്ക് ഈ 55ന്റെ ഈ ഒരു ആംഗിൾ A ഡാഷും അതുപോലെ തന്നെ ഈ B1 ഡാഷും ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ നമുക്ക് അറിയത്തില്ല. അപ്പൊ ആംഗിൾ തന്നിട്ടുണ്ട്, പക്ഷെ ഡിസ്റ്റൻസ് അറിയത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എന്തായാലും കണക്കൂട്ടണം. നമ്മൾ ഓൾറെഡി നമ്മൾ വിചാരിച്ച ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ മാത്രം വച്ചാൽ പോലെ വിചാരിക്കും. പക്ഷെ അല്ല, ഫ്രണ്ട് വ്യൂവിന് ഈ ഒരു ഡിസ്റ്റൻസ് അറിയാത്തതുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇത് മൂവ് ചെയ്യും. എത്ര വേണമെങ്കിൽ മൂവ് ചെയ്യും. സോ അതുകൊണ്ട് നമുക്കത് അതൊരു പ്രശ്നമാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അതേ പ്രൊസീജിയർ മുന്നോട്ട് പോവുകയാണ്. PL വരച്ചു, അതിന് ലോക്കസ് ലൈൻ വരച്ചു. ലോക്കസ് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് നമ്മൾ ചെയ്യുക ഈ A ഡാഷിന്റെ ഈ ലൈൻ വരെ പോയിന്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റ് ഉണ്ടാക്കും. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ആണ് നമ്മുടെ ഈ ലോക്കസ് ലൈനിന്റെ ലൈൻ. ഓക്കെ, പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ അത് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ ഇതാ ലോക്കസ് ലൈൻ വരച്ചു. ഇനി അവിടുന്ന് സ്ട്രെയിറ്റ് താഴോട്ട് വരുന്നതാണ് നമ്മൾ ഇവിടെ വരുന്ന അടുത്ത നമ്മുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കുന്ന ഈ ഒരു പോയിന്റ് ലൈൻ ആണ് നമ്മുടെ ടോട്ടൽ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, ലൈൻ. സോ ദാറ്റ്സ് എ ലോക്കസ് ഓഫ് ദി B1 എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനു വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ചിത്രം കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ A' വീണ്ടും നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ലെങ്ത് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ലെങ്ത് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ട്രൂ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 75. ആ 75 ലെങ്ത് വരച്ചതിന് ശേഷം B1 ഡാഷ് പോയിന്റ് ചെയ്യാം. അപ്പോ സി നമ്മളിപ്പോ ഇതുവരെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ട്രൂ ലെങ്ത് വരച്ചതിന് ശേഷം നമുക്ക് ആ ലോക്കസ് പോയിന്റ് വരയ്ക്കുക ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ലെങ്ത് വരയ്ക്കായിരുന്നു, പക്ഷെ ട്രൂ ലെങ്ത് ഇവിടെ വരയ്ക്കാൻ നമുക്ക് ട്രൂ ലെങ്ത്തിന്റെ ആംഗിൾ തന്നിട്ടില്ല. ശ്രദ്ധിക്കണം, ഓരോ ക്വസ്റ്റ്യൻസിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ട്രൂ ലെങ്ത്തിന്റെ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. നേരത്തെ നമുക്ക് ട്രൂ ലെങ്ത്തിന്റെ രണ്ട് സൈഡിലെയും ആംഗിൾസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്ന ആംഗിൾ എന്ന് പറയുന്നത് 55 എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂയിലേക്ക് വരയ്ക്കേണ്ട ആംഗിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് വളരെയധികം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഓപ്ഷൻസ് തരും. ഓക്കെ, അതായത് ഫ്രണ്ട് വ്യൂ ആയിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാം തന്നെ ഒരേ മതി തന്നെ വിചാരിക്കരുത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 ഡിഗ്രി ആംഗിൾ തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ആയിട്ടാണ്. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നേരത്തെ TL വരയ്ക്കാതിരുന്നത്. ഓക്കെ, ഇവിടെ TL വരച്ചു, TL ലെങ്ത് തന്നിട്ടുണ്ട്, ഇവിടെ TL വരച്ചു, ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. കാരണം ഇവിടെ രണ്ട് ആംഗിളും തന്നിട്ടുണ്ട്, TL ലെങ്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ TL ലെങ്ത് അറിയാം, പക്ഷെ ആംഗിൾ അറിയില്ല. പക്ഷെ ഇവിടെ ആകെ തന്നിരിക്കുന്ന ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. സോ ഫ്രണ്ട് വ്യൂ വരച്ചു. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഫ്രണ്ട് വ്യൂ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ലോക്കസ് ലൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു, ഈ ട്രൂ ലെങ്ത്തിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് ഈ പോയിന്റ് വരെ എത്തി, അവിടുന്ന് ആർക്ക് വരച്ചതിന് ശേഷം നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തി. ഓക്കെ, റൈറ്റ്. സോ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഈ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് താഴോട്ടേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ കിട്ടി. സോ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഈ ട്രൂ ലെങ്ത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ ലെങ്ത് വരച്ചു. കാരണം വെച്ചാൽ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കണം. ഈ ട്രൂ ലെങ്ത് കഴിഞ്ഞുള്ള ആംഗിൾസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ, കണ്ടാ ഇറ്റ്സ് പ്രൊജക്ഷൻസ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് HP എന്ന് പറയുന്ന ആ ഒരു ആംഗിളും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് B1 എന്നുള്ള പൊസിഷൻ ഓക്കെ കിട്ടി. അവിടുന്ന് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോറി അവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് വരയ്ക്കുക. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ സോറി ആ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ എനിവേ B1 നിന്ന് താഴോട്ടേക്ക് നമ്മൾ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആംഗിൾ ഇവിടേക്ക് തന്നെ മീറ്റ് ചെയ്യുക. ആക്ച്വലി അവിടുന്ന് വരച്ച് നേരെ താഴോട്ട് വന്ന് ഇവിടുന്ന് ഒരു റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ മീറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് വേണ്ട ഒറ്റ കാര്യം മാത്രമേ ഇവിടുന്ന് ഒരു ആംഗിൾ കണ്ടുപിടിക്കുക, ഈ TL-ലേക്കുള്ള ഒരു ആംഗിൾ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഈ TV-ലേക്കുള്ള ഒരു ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പം മൊത്തം ശരിക്കും പറഞ്ഞാൽ 4 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് TL ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ SV ആയിട്ട് മീറ്റ് ചെയ്യുന്നതും TV ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിൾസും കണ്ടുപിടിക്കാം. 4 ആംഗിൾസ്, അതായത് തീറ്റ, ഫൈ, ആൽഫ, ബീറ്റ, 4 ആംഗിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ റൊട്ടേഷൻ പ്രോബ്ലം വരികയാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യങ്ങൾ മാത്രം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി 4 ആംഗിൾസ് അതിന്റെ ഇടയിൽ തന്നെ നല്ല 4 ആംഗിൾസോ അല്ലെ ഏതെങ്കിലും ഒരു ആംഗിളോ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഡ്രോയിങ് വരച്ചിടുക. ഈ ഡ്രോയിങ്ങിൽ ഈ പറഞ്ഞമാതിരി എന്തൊക്കെ ഉണ്ടായിരിക്കണം, ട്രൂ ലെങ്ത് ഉണ്ടായിരിക്കണം, ഫ്രണ്ട് വ്യൂ ഉണ്ടായിരിക്കണം, ടോപ്പ് വ്യൂ ഉണ്ടായിരിക്കണം, അതുകൂടാതെ 4 ആംഗിൾസും അതിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, so this is about this line rotation problem എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കടമ്പയാണ് നമ്മളത് കാണുന്നത്. ഓക്കെ, ലൈൻ. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക HT ലൊക്കേറ്റ് ചെയ്യുന്നത്, അതായത് ഹൊറിസോണ്ടൽ ട്രേസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രേസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ നമ്മൾ പോയിന്റ് ചെയ്യാം. സോ അതിനുള്ള സ്റ്റെപ്സുകളാണ് ഇവിടെ താഴെ വന്നിരിക്കുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ ട്രേസ് ഇതാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അത് ഫ്രണ്ട് വ്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമ്മൾ XY ലൈൻ വരെ എത്തിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ X' എന്ന് അറിയപ്പെടുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ പ്രൊജക്ഷൻ, അതായത് വൺ ഓഫ് ദി പ്രൊജക്ടർ ഫ്രം ദി X' വരയ്ക്കുക. എന്നിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ TV-യിൽ മീറ്റ് ചെയ്യുക. ആ TV-യിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ HT എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോപ്പ് അതായത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ടോപ്പ് വ്യൂയിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ HT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൽ നിന്ന് ഫ്രണ്ട് വ്യൂയിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ എന്താ പറയുന്നത് VT എന്ന് പറയുന്നത്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു പോയിന്റ്. സോ ഇതാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്ന രണ്ട് ലൈൻസ്. അതായത് ചില പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ലൈൻ റൊട്ടേഷൻ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ചോദിക്കും പോയിന്റ് മാർക്ക് ചെയ്യാൻ, HT ആൻഡ് VT പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സാധാരണ നേരത്തെ സ്വന്തമായിട്ട് തന്നെ ഒരു ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഓക്കെ,
ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എച്ച് ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് നമ്മളൊരു പോയിന്റ് മീറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ടി വിയിലേക്കുള്ള ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടി വിയിൽ നിന്ന് ഒരു പോയിന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നു. ആ പോയിന്റ് മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു ഫ്രണ്ട് വ്യൂയിലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ആ പോയിന്റിനെ വി ടി എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് എച്ച് ടി ആൻഡ് വി ടി എന്ന് പറയുന്ന പോയിന്റ്. അതായത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, ഫ്രണ്ട് വ്യൂയിൽ നിന്ന് ഒരു ലൈൻ നിങ്ങൾ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ് വൈ ലൈനിലേക്ക് എത്തിക്കുക. ആ എക്സ് വൈ ലൈനിൽ നിന്ന് നിങ്ങൾ അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ടി വിയിൽ നിന്ന് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതായത് ടി വിയിൽ നിന്ന് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് ആണ് നമ്മുടെ എച്ച് ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നിങ്ങളൊരു ലൈൻ വരച്ചു, അത് എക്സ് വൈ ലൈനിലേക്ക് എത്തി, ഒരു പോയിന്റ് മീറ്റ് ചെയ്തു. ആ പോയിന്റ് എച്ച് ഡാഷ് റെപ്രസെന്റ് ചെയ്തു. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ടോപ്പിൽ നിങ്ങൾ ഒരു മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ടോപ്പിൽ നിന്നൊരു പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ആ ഒരു പോയിന്റ് നിങ്ങൾ ടോപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് മീറ്റ് ചെയ്തു. ഈ പോയിന്റ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി നമ്മുടെ എച്ച് ടി എന്ന് പറയുന്നത്. ആക്ച്വലി ഓക്കെ, ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ട്രേസ് ആണ് വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ടി വിയിൽ നിന്ന് ഒരു പോയിന്റ് മീറ്റ് ചെയ്യുക. വെർട്ടിക്കൽ ട്രേസിന് നമ്മൾ ടി വിയിൽ നിന്ന് ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് ലെങ്ത് എടുത്ത് വരുന്ന പോയിന്റ്, ആ പോയിന്റ് എക്സ് വൈ ലൈനിൽ വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാൻ എക്സ്റ്റെൻഡ് ചെയ്യാം, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ആ വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ മീറ്റ് ചെയ്യാം, ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയാ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റാണ് നമ്മൾ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെർട്ടിക്കൽ ട്രേസ് എങ്ങനെയാണ് വരയ്ക്കുക, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ട്രേസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും എല്ലാവരും, ക്ലാസ് വരച്ചിട്ടായിരുന്നു. അതിൽ കുറെ ആൾക്കാർ മറന്നു പോയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സമയം കഴിയാനായി. ഞാൻ ഒരുപാട് സ്ലൈഡ് വിചാരിച്ചിരുന്നു. Anyway, yeah, so this is VT and HT in the cases. ഞാൻ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിലേക്ക് ഈ ഒരു പവർ പോയിന്റ് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോ ഈ പ്രോബ്ലം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എ ലൈൻ എ ബി വിച്ച് ഇസ് 75 mm long has one of the end is A in VP. Okay, and other end B is 15 mm above HB and 50 mm in front of VP. So draw the projections of the line when the sum of its inclination with HB and VP is 90 degree, means it lying in a profile plane. So profile plane problem വരയ്ക്കാൻ പോകുന്നത്. So find the true angles and the reference planes and its traces. Okay, right. So അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആദ്യം നമ്മൾ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ എക്സ് വൈ ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 75 mm long and other end is B in 15 mm above HB and 50 mm in front of VP. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിന്റെ അടുത്ത പോയിന്റ് ബി ഡാഷ് എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. ഇനി ഇത് 15 mm ഹൈറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. ബി എന്ന് പറയുന്ന പോയിന്റ് 15 mm ആണ് above. ഓക്കെ, റൈറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഈ എ എങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തിരുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1 and A is in VP-യിലാണ്. സോ ഒരു ബി പിയിലാണ് എച്ച് പിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെഷർമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനാണ്. ദാറ്റ് ഇസ് 1 A is in VP. സോ ദാറ്റ് ഇസ് ഇൻ VP എന്ന് പറഞ്ഞാൽ അവിടെ ഹൈറ്റ് തരാത്തതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്തു. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് ബി എന്ന് പറയുന്നത് 15 mm above HP ആണ്. 15 mm, so 15 mm above HP, മുകളിലേക്ക് വരച്ച. അതായത് നമ്മൾ ആ ഒരു above HP മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയൊക്കെ വരുന്നത് ബി പിയിലാണ്. സോ ബി പിയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂടെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബി ഡാഷ്. ഓക്കെ, സോ അതോട് ബി ഡാഷ് മാർക്ക് ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് above HP and 50 mm 50 mm in front of VP. സോ 50 mm in front of VP പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബി പിയിൽ നിന്ന് 50 mm മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആ 50 mm മുന്നോട്ട് വന്ന ഒരു പോയിന്റ്, ആ പോയിന്റാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. സോ നമ്മുടെ അത് എവിടെയാണ് വരുന്നത്, നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. സോ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതാണ് നമ്മുടെ ഈ എച്ച് പി, ഇതാണ് എച്ച് പി പാത്ത്. സോ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ 50 mm നമ്മൾ മുന്നോട്ട് വന്നു. ഇതാണ് ഈ 3 പോയിന്റ്സ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്
അതായത് draw the projections of a line when the sum of its inclination with the HP and VP is 90 degree. So ഈ രണ്ടിന്റെയും ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്നത് ഒരു 90 ഡിഗ്രിയിലാണ് മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടിന്റെയും 90 ഡിഗ്രിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, ഈ 90 ഡിഗ്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്വാഭാവികമായിട്ട് സാർ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ ആദ്യം നമ്മൾ വെച്ചു, പിന്നെ 75 mm. സോ ദ പോയിന്റിന്റെ ലൈൻ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് 75 mm ലോങ്, 75 mm ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 75 mm ലോങ് നമ്മളൊരു ലൈൻ ഡിസ്റ്റൻസ് എടുത്താണ്, ആ ഡിസ്റ്റൻസ് വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എച്ച് ടി മാർക്ക് ചെയ്യുന്നു, എ ഡബിൾ ഡാഷ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വി ടിയിലേക്ക് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, വി ടി പോയിന്റ് മാർക്ക് ചെയ്ത് പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും റൊട്ടേറ്റ് തിരിച്ചു വരികയാണ്. സോ അത് എച്ച് ടി പോയിന്റ്. ഓക്കെ, ഈ പ്രോബ്ലം ഐ തിങ്ക് ഈ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ പ്രോബ്ലം I think quadrants, different quadrantsiലുള്ള ഒരു പ്രോബ്ലമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് മുന്നോട്ട് കുറെ പോയിന്റ്സ് എടുക്കാനുണ്ട്, ഓരോന്നും പോയിന്റ്സ് തീരില്ല. സോ ഐ തിങ്ക് എടുക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻ. സോ ഇനി ഇതിൽ നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2-3 എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ ടൈം കുറവായതുകൊണ്ട്, കാരണം ഒരു ക്ലാസ്സിൽ നമ്മൾ മിനിമം 2 ടോപ്പിക്കിലും നമ്മൾ എടുത്ത് തീർക്കണം, കാരണം നമുക്ക് അത്രയും പോർഷൻസ് തീർക്കാനുണ്ട്, കവർ ചെയ്യാനുണ്ട് ട്യൂഷൻ ക്ലാസ് ആയിട്ട്. സോ എന്താ വെച്ചാൽ ഒരുപാട് പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അടുത്ത ടോപ്പിലേക്ക് പോവുകയാണ്, പ്ലെയിൻസിന്റെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, ബാക്കിയുള്ള ഈ ഒരു 2-3 പ്രോബ്ലംസ് നിങ്ങൾക്ക് അതിൽ ഇട്ട് തന്നിട്ടുണ്ട്. ആ 3 പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് നോക്കുക, വെരിഫൈ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിലേക്ക് പോകാം. ഓക്കെ, റൈറ്റ്. സോ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിൽ നമുക്ക് സാധാരണയായിട്ട് നമുക്കറിയാം, അതിൽ ഒരു പ്ലെയിനിനെ കുറിച്ച് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ജസ്റ്റ് ഒരു ഫിഗർ, നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലൈൻ വരെയല്ല, ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് നമ്മൾ വരയ്ക്കാനുള്ള ഒരു പ്ലെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് സോ നമ്മളിപ്പം ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ റെക്ടാങ്കിളിൽ ഒരു പ്ലെയിൻ നമ്മൾ എടുക്കുക. ആ ഒരു പ്ലെയിനെ നമ്മൾക്ക് വേണമെങ്കിൽ പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി എങ്ങനെയായിരിക്കും അതിന്റെ റെപ്രസെന്റേഷൻ. അതുപോലെ തന്നെ അതൊരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു റെക്ടാങ്കിൾ ഞാൻ എടുത്ത്, ഈ റെക്ടാങ്കിളിൽ നമ്മൾ ഒരു പാരലൽ ടു എച്ച് പിക്ക് പാരലൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ അതുപോലെ തന്നെ അതിനെ നമ്മളിപ്പോൾ ഒരു ഇൻക്ലൈൻഡ് ടു എച്ച് പി. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ എങ്ങനെയായിരിക്കും, എച്ച് പിക്ക് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ബി പിയിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് അതുപോലെ തന്നെ ഇൻക്ലൈൻ ടു ബി പി. ഈ 3 റൊട്ടേഷനും, അതായത് നമ്മളൊരു പ്ലെയിൻ അല്ലെങ്കിൽ നമ്മളൊരു റെക്ടാങ്കിൾ പ്ലെയിൻ എന്ന് പറയുന്ന സാധനം, അതിൽ ഒരു സർഫസ്, ആ സർഫസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് കാണാം. അതായത് വി പി എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ലൈൻ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ അതതിന്റെ ഫ്രണ്ട് വ്യൂ. അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞായിരിക്കും ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു റെക്ടാങ്കിൾ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡ്രോയിങ്സ് വരുന്നത്. ഇനി അതിന്റെ ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ അതെങ്ങനെ ഇരിക്കും, ഒരു ലൈൻ ആയിരിക്കും വി പിയിൽ വരുന്നത്. എന്നാൽ നേരെ മറിച്ച് മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതും ഒരു റെക്ടാങ്കിൾ, ചെറിയ റെക്ടാങ്കിൾ ആയിരിക്കും, പക്ഷെ ആക്ച്വൽ ഷേപ്പ് ആയിരിക്കില്ല. ഓക്കെ, റെക്ടാങ്കിൾ ചെറുതായിരിക്കും, പക്ഷെ അത് നമ്മളൊരു സ്ക്വയർ പോലെ, ഒരു ജസ്റ്റ് സ്ക്വയർ പോലെ ആയിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സപ്പോസ് നമ്മളിപ്പോ മൂന്നാമത്തെ കേസ് എടുക്കുകയാണ്. അതായത് മൂന്നാമത്തെ കേസിൽ പറഞ്ഞാൽ നമ്മളൊരു ഇൻക്ലൈൻ ടു എച്ച് വി പി ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു ഇതുപോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ 3 കേസസ് മനസ്സിലാക്കുക. സപ്പോസ് നിങ്ങൾ പറയുന്ന ഒരു റെക്ടാങ്കിൾ, ഓക്കെ, ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണ്. ആ റെക്ടാങ്കിൾ വിച്ച് ഈസ്
which is parallel to HP അല്ലെങ്കിൽ which is perpendicular to HP എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ VP യിൽ വരുന്ന ഡ്രോയിങ്സും അതുപോലെ തന്നെ അതിന്റെ HP യിൽ വരുന്ന പൊസിഷൻസും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മ. ഓക്കെ, സോ so that's it. Yeah, okay. So ഇതുപോലെ ആയിരിക്കും inclined to one small side which is inclined to VP. ഇത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു പാർട്ടിലെ ഈ ഒരു ഇതില് ഈ ഒരു പൊസിഷൻ, ഈ ഒരു കേസ് അധികം ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസസ് ഉള്ളതാണ്. റെക്ടാംഗുലർ which is one side is inclined to VP and എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സാധാരണ ഗതിയിൽ വരാറുണ്ട്. അത് ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. So one small side which is inclined to VP. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് അതിന്റെ ഫിഗർ നിങ്ങളെ മനസ്സിൽ വരണം. പിക്ചറൽ റെപ്രസെന്റേഷൻ അതിന്റെ ഒരു നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ലൈക്ക് സോ ദിസ് ഇസ് ഇറ്റ്സ് ടോപ്പിക്. ഇനി ഇതിന്റെ ആക്ച്വലി ഓർത്തോഗ്രാഫിക് വ്യൂ എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുക? VP യിൽ കാണുന്ന ഫിഗർ എങ്ങനെയായിരിക്കും? ഓക്കെ, അത് ഫസ്റ്റ് കേസിന്, അതായത് പാരലൽ ടു HP എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് കേസ് ഓർത്തോഗ്രാഫിക് ഇങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് ഇങ്ങനെയായിരിക്കും, ഒരു റെക്ടാംഗിൾ ആയിരിക്കും. ഓക്കെ, ലൈക്ക് സെക്കൻഡ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ ഓർത്തോഗ്രാഫിക് പൊസിഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതായത് ഇൻക്ലൈൻ ടു HP എന്ന് പറഞ്ഞ കേസിൽ ഇത് വേണ്ട, ഇൻക്ലൈൻ ടു HP എന്ന കേസിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ ഹൈറ്റ് തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്ടാംഗിൾ നിങ്ങൾ വരയ്ക്കുന്നത് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഓർത്തോഗ്രാഫിക് പൊസിഷനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കേസിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ HP വരുന്നത് ഇങ്ങനെയും അതുപോലെ തന്നെ VP വരുന്നത് എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അതിന്റെ VP വരുന്നത്. ഓക്കെ, ഇതൊരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി, അത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഒരു ട്രപ്പീസിയം പോലെ ഒരു ഷേപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക, മുകളിലെ VP യിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അതിന്റെ പൊസിഷൻ വരുന്നത് ടോപ്പിൽ വരുന്നത് ഇതുപോലത്തെ ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ഇൻക്ലൈൻഡ് ടു VP എന്ന ഈ ഒരു ആംഗിൾ ശരിക്കും പറഞ്ഞാൽ അവർ തരും ആക്ച്വലി ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ ആ ആംഗിളിനനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ഫിഗർ വരിക. അപ്പൊ ആക്ച്വലി നമ്മളൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ഏകദേശം ഒരു ഫിഗർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണാം, എന്നിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ തോന്നാനായിട്ട് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് എടുക്കാം. ഒരു റെക്ടാംഗിൾ കേസിൽ ഒരു പ്രോബ്ലം നമുക്ക് എടുക്കാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് റെക്ടാംഗിൾ which is 30 mm and 50 mm side which is resting on HP on one small side which is 30 degree inclined to VP while the surface of the plane makes a 45 degree inclination with HP draw its projections എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 1 minute, ഞാൻ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മറ്റേ ഇതൊന്ന് ഇട്ടു തരാം. ചാറ്റ് ബോക്സിൽ ഞാൻ ആ ഒരു ഇട്ട് തരാം. Google Form division class ആണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, റൈറ്റ്. ക്ലാസ് കഴിഞ്ഞ് 1 hour കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങിയാൽ മതി. ഓക്കെ, സോ 10:30 ശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങിയാൽ മതി. സോ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഈ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്ടാംഗിൾ which is 30 mm and 50 mm side is resting on HP on one of the small side which is 30 degree inclined to VP while the surface of the plane makes 45 degree inclined with HP. Draw its projections. So ഒരു റെക്ടാംഗിൾ ഉണ്ട്, 30 mm അതുപോലെ തന്നെ 50 mm ആണ് സൈഡ്. അത് റെസ്റ്റ് ചെയ്യുന്നത് HP യിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ HP യിലാണ് നിൽക്കുന്നത്, പക്ഷേ ഒരു സ്മോൾ സൈഡിലാണ് നിൽക്കുന്നത് ആൻഡ് വിച്ച് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP. ഓക്കെ, അതായത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ സ്മോൾ സൈഡിൽ റെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിച്ച് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു VP. അപ്പൊ ആ ഒരു പൊസിഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കാം. while the surface of the plane makes 45 degree inclination with HP. അപ്പൊ വേറെ കൂടി അപ്പൊ 2 ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച മാതിരി അപ്പൊ ഏതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? മൂന്നാമത്തെ ആ ഒരു സെക്ഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, 30 ഡിഗ്രി VP ആയിട്ടുണ്ട്, അതുപോലെ തന്നെ 45 ഡിഗ്രി HP ആയിട്ടുണ്ട്. അത് കൂടാതെ അത് എന്താ പറയുക സ്മോൾ സൈഡ് ആണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു 3 പോയിന്റ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇത് മൂന്നാമത്തെ പൊസിഷന്റെ ഡ്രോയിങ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വരയ്ക്കുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആദ്യം എക്സ്പ്ലൈൻ ലൈൻ വരച്ചു. അത് കഴിഞ്ഞ ഒരു ജസ്റ്റ് ഒരു റെക്ടാംഗിൾ ഒന്ന് വരയ്ക്കുകയാണ്. ആ പറഞ്ഞിരിക്കുന്ന ആ ഡയമെൻഷൻ പ്രകാരം 30 ഡിഗ്രി 30 mm 50 mm ഒരു റെക്ടാംഗിൾ നമ്മൾ വരച്ചു. ഓക്കെ, ABCD നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് എടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഡിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ? ഈ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ടോട്ടലി അതിന്റെ ആ ഒരു ABD അതുപോലെ തന്നെ ADD ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എത്ര വരെ വേണം എന്നുള്ളത് അത് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. ഓക്കെ, റൈറ്റ്.
ഇനി നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് വരയ്ക്കുക, ഹൈറ്റ് വരയ്ക്കാം. ഓക്കെ, സോ അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാണ്. സോ അതിന്റെ ഫ്രണ്ട് വ്യൂ അതിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് ആൻഡ് ഡി ഡാഷ്. ഓക്കെ, റൈറ്റ്. സോ ഓക്കെ, ഞാൻ ഇനി നിങ്ങൾക്കോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ 30° ആംഗിൾ അതുപോലെ തന്നെ 45° ആംഗിളും. So small cell which is 30° inclined to VP and the surface of the plane which makes 45° inclination with HP. അപ്പൊ ഇത് ഏത് ആംഗിൾ ആയിരിക്കും? 45° ആംഗിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് 45° ആംഗിൾ വിത്ത് HP. ഇപ്പൊ HP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം HP എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കിടക്കുന്നതാണ്. സോ HP ആയിട്ട് 45° ആംഗിൾ നമ്മൾ ആദ്യം വരയ്ക്കുകയാണ്. സോ 45° ആംഗിൾ നമ്മൾ വരച്ചു. എ ഡാഷ് ബി ഡാഷ് ഒരു സൈഡ് പോയിന്റ്, അതായത് ഈ ഒരു ലൈനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്ച്വലി കേട്ടോ, ഈ ഒരു ലൈൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ആൻഡ് സി ഡാഷ് ആൻഡ് ഡി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? പാരലൽ ലൈൻസ് വരയ്ക്കുക, 2 പാരലൽ ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് 2 പാരലൽ ലൈൻസ്, അതായത് വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ വരച്ചു കൊടുത്തു, വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുത്തു. നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്യണം, A1, B1, C1 ആൻഡ് D1 വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നിൽക്കുന്ന 45° ആംഗിൾ എങ്ങനെയായിരിക്കും വ്യൂ ഉണ്ടാവുക എന്നുള്ള അതിന്റെ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 45° നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞു, അതിന്റെ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ 30° ആംഗിൾ വിത്ത് VP ആയിട്ട് മാറ്റണം. ഓക്കെ, വീണ്ടും പറഞ്ഞിരിക്കുന്നത് 30° ആംഗിൾ ആയിട്ട് മാറ്റണം. അപ്പൊ നമ്മൾ ഈ ഒരു സാധനത്തിന്റെ 30°യിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. സോ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഒരു ലൈനിൽ നിന്ന് ഒരു 30° ആംഗിൾ എടുത്തിട്ട് VP ആയിട്ട് മേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ 30° ഇൻക്ലൈൻഡ് ടു VP എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ നമ്മൾ വരയ്ക്കാം. ഓക്കെ, 30° ആംഗിൾ വരച്ചു. അതിൽ നമ്മൾ ഈ ഒരു A1 ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. A1, B1 അതുപോലെ തന്നെ C1 ആൻഡ് D1. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഫിഗർ വരുന്നത്. പക്ഷേ അപ്പൊ ഇതാണ് നോർമലി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി പക്ഷേ ഇതിന്റെ ഒറിജിനലി ഇത് നിൽക്കുന്ന രൂപം എന്ന് പറയുന്നതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യുക? ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കുക. ഓരോ പോയിന്റിനും മുകളിലേക്ക് വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഹൊറിസോണ്ടൽ ലൈൻസും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് നിൽക്കുന്ന പൊസിഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതാ നമ്മൾ ആ പോയിന്റ്സിൽ ഇപ്പൊ എയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ ബിക്ക് ഇപ്പൊ എന്റെ പോയിന്റ് എ ഡാഷിന്റെ പോയിന്റും A1ന്റെ പോയിന്റും കറസ്പോണ്ടിങ് പോയിന്റ് മാർക്ക് ചെയ്തു. ബിന്റെ പോയിന്റ് തന്നെയാണ് വരുന്നത്. സോ B1ന്റെ പോയിന്റ് മാർക്ക് ചെയ്തു. സിന്റെ പൊസിഷനും മാർക്ക് ചെയ്യാണ്. സിന്റെ പൊസിഷൻ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് ഈ ഒരു C1ൽ നിന്ന് വരുന്ന ലൈൻ അതുപോലെ തന്നെ ഡിന്റെ ലൈനും മാർക്ക് ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ പോയിന്റുകളും മാർക്ക് ചെയ്ത് പേരുകൾ കൊടുക്കുകയാണ്. A1, B1, C1, D1 ഡാഷ് എല്ലാം ഡാഷ് കൊടുക്കുക. കാരണം അത് ഫ്രണ്ട് വ്യൂ അതായത് മുകളിലേക്ക് വരുന്നതാണ്. സോ VP വരുന്നതായതുകൊണ്ട് ഇനി ആ പോയിന്റുകളെല്ലാം നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാ പോയിന്റുകളും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ രൂപം കിട്ടും നമുക്ക്. ഓക്കെ, സോ ആ ഒരു രൂപമാണ് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലംസ് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. സോ ഒരുപാട് പ്രോബ്ലംസ് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇന്ന് നമ്മൾ കുറച്ചൊരു ടൈം ഇതായി, പക്ഷെ നമുക്ക് കുറച്ചൊരു ഫാസ്റ്റ് എടുക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ടുഡേസ് ക്ലാസ്. ആക്ച്വലി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്നും വിചാരിക്കുന്നു. ഓക്കെ,